തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇനി വലിയ മാറ്റത്തിന് ഒരുങ്ങുകയാണ്. പഴയ രൂപത്തിൽ നിന്ന് പൂർണ്ണമായും മാറി ആധുനിക സൗകര്യങ്ങളുള്ള ഒരു വലിയ സ്റ്റേഷനായി മാറാനാണ് പദ്ധതി. ഇപ്പോൾ സ്റ്റേഷനിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം യാത്രക്കാർക്ക് പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരുന്നു. എന്നാൽ അടുത്ത 2 വർഷത്തിനുള്ളിൽ സ്റ്റേഷന്റെ മുഖം മുഴുവൻ മാറുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. 438 കോടി രൂപ ചെലവിൽ നടക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി പുതിയ കെട്ടിടങ്ങളും വിശാലമായ യാത്രാ സൗകര്യങ്ങളും നിർമ്മിക്കും. വിമാനത്താവള മാതൃകയിൽ ഒരുങ്ങുന്ന സ്റ്റേഷനിൽ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ സംവിധാനങ്ങളായിരിക്കും ഉണ്ടാകുക. പദ്ധതിയുടെ ഭാഗമായി 10 നിലകളുള്ള 2 വലിയ ബ്ലോക്കുകളും 9 നിലകളുള്ള മറ്റൊരു കെട്ടിടവും നിർമ്മിക്കും. കൂടാതെ മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനവും വരും. സ്റ്റേഷനിലെ തിരക്ക് കുറയ്ക്കാനും യാത്രക്കാർക്ക് സുഖകരമായ യാത്രാനുഭവം നൽകാനുമാണ് ഈ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നത്. സ്റ്റേഷനിലെ പ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് കോൺകോഴ്സ് സംവിധാനം. ഇപ്പോഴുള്ള ചെറിയ ഫുട് ഓവർ ബ്രിഡ്ജുകൾക്ക് പകരം വിശാലമായ കോൺകോഴ്സുകളാണ് വരുന്നത്. ട്രാക്കുകൾക്കും പ്ലാറ്റ്ഫോമുകൾക്കും മുകളിലൂടെ ഇവ നിർമ്മിക്കും. യാത്രക്കാർക്ക് ഇതുവഴി എളുപ്പത്തിൽ പ്ലാറ്റ്ഫോമുകളിലേക്കും പുറത്തേക്കും പോകാൻ കഴിയും. ഈ കോൺകോഴ്സുകളിൽ ലിഫ്റ്റുകളും എക്സ്കലേറ്ററും ഉണ്ടാകും. പ്രായമായവർക്കും കുട്ടികളോടൊപ്പം യാത്ര ചെയ്യുന്നവർക്കും ഇത് വലിയ സഹായകമാകും. വിമാനത്താവളത്തെ പോലെ വിശ്രമമുറികൾ, ഫുഡ് കോർട്ടുകൾ, ഷോപ്പുകൾ എന്നിവയും ഇവിടെ ഒരുക്കും. സ്റ്റേഷനിൽ നിന്ന് യാത്ര പോകുന്നവർക്കായി പ്രത്യേകം ഡിപ്പാർച്ചർ കോൺകോഴ്സ് ഉണ്ടാകും. 3 കോൺകോഴ്സുകളിൽ ഏറ്റവും വലുതായിരിക്കും ഇത്. ഏകദേശം 36 മീറ്റർ വീതിയുള്ള ഈ ഭാഗത്ത് ആളുകൾക്ക് ട്രെയിൻ കാത്തിരിക്കാൻ സൗകര്യപ്രദമായ ഇരിപ്പിടങ്ങളും ഭക്ഷണശാലകളും ഉണ്ടാകും. ട്രെയിൻ എത്തിയാൽ ലിഫ്റ്റുകളിലൂടെയോ എസ്കലേറ്ററിലൂടെയോ നേരിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാം. തിരുവനന്തപുരം സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്കായി പ്രത്യേകം അറൈവൽ കോൺകോഴ്സ് സംവിധാനവും ഒരുക്കും. ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് തിരക്കില്ലാതെ പുറത്തേക്ക് പോകാൻ ഇതിലൂടെ സാധിക്കും. സ്റ്റേഷന്റെ 2 ഇടങ്ങളിലായി ഈ സൗകര്യം ഒരുക്കും. ഇപ്പോൾ സ്റ്റേഷനിലെ ഫുട് ഓവർ ബ്രിഡ്ജുകളുടെ വീതി വളരെ കുറവാണ്. ആയതിനാൽ തിരക്കേറിയ സമയങ്ങളിൽ ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. പുതിയ കോൺകോഴ്സുകൾ ഇതിനേക്കാൾ വളരെ വിശാലമായിരിക്കും. ചില ഭാഗങ്ങളിൽ 30 മീറ്റർ വരെ വീതി ഉണ്ടാകും. ഇതോടെ തിരക്ക് കുറയ്ക്കുകയും യാത്ര എളുപ്പമാകുകയും ചെയ്യും. സ്റ്റേഷന്റെ പഴയ പൈതൃക കെട്ടിടം അതേപടി സംരക്ഷിച്ചുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ ഇരുവശങ്ങളിലായിരിക്കും പുതിയ 10 നില കെട്ടിടങ്ങൾ വരിക. കൊല്ലം ഭാഗത്ത് നിർമ്മിക്കുന്ന ഒരു ബ്ലോക്കിന്റെ പൈലിംഗ് ജോലി പുരോഗമിക്കുകയാണ്. നാഗർകോവിൽ ഭാഗത്ത് മറ്റൊരു കെട്ടിടത്തിന്റെ 3ാം നിലയുടെ പണികളും നടക്കുന്നു. പവർ ഹൗസ് റോഡ് ഭാഗത്ത് 9 നിലകളുള്ള സൗത്ത് ബ്ലോക്കും വലിയ പാർക്കിംഗ് കേന്ദ്രവും നിർമ്മിക്കും. സ്റ്റേഷനിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാകും. എല്ലാ പ്ലാറ്റ്ഫോമുകളിലെയും ബന്ധിപ്പിച്ച് 3 വലിയ കോൺകോഴ്സ് ആണ് സ്റ്റേഷനിൽ ഉണ്ടാക്കുക. സ്റ്റേഷന്റെ മധ്യഭാഗത്തെ കോൺകോഴ്സ് ട്രെയിൻ കാത്തിരിക്കുന്നവർക്കായിരിക്കും. മറ്റു 2 പുറത്തിറങ്ങുന്ന യാത്രക്കാർക്കായി ഉപയോഗിക്കാം. സ്റ്റേഷന്റെ മുന്നിൽ വലിയ വാഹന സൗകര്യവും ഒരുക്കും. ബസ്സുകൾക്കും കാറുകൾക്കും പ്രത്യേക വഴികളും നിർമ്മിക്കും. ഇതിലൂടെ തമ്പാനൂരിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. പുതിയ കെട്ടിടങ്ങളുടെ താഴെ നിലകളിൽ ടിക്കറ്റ് കൗണ്ടറുകളും യാത്രക്കാരുടെ സേവന കേന്ദ്രങ്ങളും ഉണ്ടാകും. മുകളിലെ നിലകളിൽ റെയിൽവേ ഓഫീസുകളും പ്രവർത്തിക്കും. ശേഷിക്കുന്ന നിലകളിൽ വ്യാപാര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കും. ഹോട്ടലുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, സിനിമാ തിയേറ്ററുകൾ, AC വെയിറ്റിംഗ് ലോഞ്ചുകൾ എന്നിവയ്ക്കുള്ള സാധ്യതകളും പരിഗണിക്കുന്നുണ്ട്. നവീകരണം പൂർത്തിയായാൽ സ്റ്റേഷനിൽ 46 ലിഫ്റ്റുകളും 17 എസ്കലേറ്ററുകളും ഉണ്ടാകും. ഇത് കേരളത്തിലെ ഏറ്റവും ആധുനിക റെയിൽവേ സ്റ്റേഷനുകൾ ഒന്നാക്കി തിരുവനന്തപുരത്തെ മാറ്റും. സ്റ്റേഷനെ KSRTC ബസ് സ്റ്റാൻഡുമായി ബന്ധിപ്പിക്കുന്ന സ്കൈ വോക്കും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 മീറ്റർ വീതിയുള്ള ഈ നടപ്പാത യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാതെ നേരിട്ട് ബസ് സ്റ്റാൻഡിലെത്താൻ സഹായിക്കും. എന്നാൽ ഇതിനു വേണ്ട അനുമതി ഇനിയും ലഭിച്ചിട്ടില്ല. എന്നാൽ നല്ല കാര്യങ്ങൾക്കൊപ്പം ചില പ്രശ്നങ്ങളും ഇപ്പോഴുമുണ്ട്. സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളുടെ വീതി കുറവായതിനാൽ കൂടുതൽ എസ്കലേറ്ററുകൾ സ്ഥാപിക്കാൻ കഴിയുന്നില്ല. ചില പ്ലാറ്റ്ഫോമുകളിൽ ഓരോ വശത്തും ഒരു എസ്കലേറ്റർ മാത്രമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരക്കേറിയ സമയങ്ങളിൽ ഇത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകാം. മറ്റൊരു വലിയ പ്രശ്നം നിർമ്മാണ പ്രവർത്തനങ്ങളാൽ ഉണ്ടാകുന്ന തടസ്സങ്ങളാണ്. കോൺകോഴ്സ് നിർമ്മിക്കാൻ പ്ലാറ്റ്ഫോമുകളുടെ ചില ഭാഗങ്ങളിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കേണ്ടി വരും. ചില ഭാഗങ്ങളിലെ മേൽക്കൂരകളും നീക്കം ചെയ്യേണ്ടി വരും. ഇതോടെ യാത്രക്കാർക്ക് കൂടുതൽ തിരക്കും ബുദ്ധിമുട്ടും അനുഭവപ്പെടും. ആദ്യ പദ്ധതി പ്രകാരം 2028ഓടെ നവീകരണം പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ വിവിധ അനുമതികൾ ലഭിക്കാതെ വൈകിയതും പ്ലാനുകൾ അന്തിമമാക്കാൻ കൂടുതൽ സമയമെടുത്തതും കാരണം പദ്ധതി വൈകാൻ സാധ്യതയുണ്ട്. ചില കെട്ടിടങ്ങൾ പൊളിക്കാനും വൈദ്യുതി കേബിളുകൾ മാറ്റാനും ഇനിയും സമയം വേണ്ടിവരും. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ കൂടുതൽ ട്രെയിനുകൾ കൊച്ചുവേളി, കഴക്കൂട്ടം, പേട്ട തുടങ്ങിയ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടവരും ഏറെയാണ്. അതിലൂടെ തിരുവനന്തപുരത്തെ തിരക്ക് കുറയ്ക്കാൻ സാധിക്കും. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ നവീകരണം വേഗത്തിലാക്കാൻ അവിടുത്തെ ജനപ്രതിനിധികൾ ഇടപെട്ടതുപോലെ തലസ്ഥാനത്തും ശക്തമായ ഇടപെടൽ വേണമെന്ന അഭിപ്രായം ഉയരുന്നുണ്ട്. ഇല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകാനും യാത്രക്കാർ കൂടുതൽ ബുദ്ധിമുട്ടിലാകാനും സാധ്യതയുണ്ട്. എന്നാലും എല്ലാ ബുദ്ധിമുട്ടുകൾക്കപ്പുറം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഭാവിയിൽ കേരളത്തിലെ ഏറ്റവും മനോഹരവും ആധുനികവുമായ റെയിൽവേ കേന്ദ്രങ്ങളിലൊന്നായി മാറുന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാരും നഗരവാസികളും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.